ഹായ് ഗൈസ്, അപ്പൊ ഇതെന്റെ നാടാണ് ഒക്കല്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം, അതായത് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നടക്കാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതല്ല, ഈ സൈഡിൽ കാണുന്ന ഈ വഴി നമ്മൾ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു റൂട്ടാണെന്ന് പറയാം. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു സംഭവം കൊണ്ട്, ഒരു മഞ്ഞ വസന്തം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം നിറയെ ചെണ്ടുമല്ലികളാണ് അവിടെ കൃഷി ചെയ്തേക്കണത്. അപ്പൊ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത് തന്നെ. ഡെയിലി ഇതിലെ പോണ വഴിയാണെങ്കിൽ നമ്മൾ കാണില്ല. അപ്പൊ ചെണ്ടുമല്ലി കാണാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാടത്തിന്റെ അവിടം വരെ ഒന്ന് പോയിട്ട് പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, കാണാനായിട്ട് നല്ല മൊഞ്ചുണ്ട് കാണാനായിട്ടാ. ഇത് കുറച്ചും കൂടി വളരാനുണ്ട്. കുറച്ചാണിത് ശരിക്കും പറയുകയാണെങ്കിൽ വളർന്നിട്ടുള്ളൂ. എല്ലാ പൂവും പിരിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് തന്നെ. ഇതിന്റെ ഒരു സൈഡ് ഓറഞ്ച് കളറും ഒരു സൈഡ് മഞ്ഞ കളറും, അങ്ങനെ 2 കളറിലാണ് ഇത് കൊടുത്തേക്കണത് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല സൂപ്പറാണ്. ഇത് ശരിക്കും വിടർന്നിട്ടില്ല എന്ന് പറയാട്ടാ, കുറച്ചും കൂടി വിടരാനുണ്ട്. ഞങ്ങൾക്ക് മഞ്ഞയുടെ അടുത്തേക്ക് പോകാം. എന്റെ അത്രയും പൊക്കമുണ്ട് ഇതിന്. എന്റെ അത്രയും പൊക്കമല്ല, എന്റെ പൊക്കത്തിന്റെ അത്ര എത്താറായിട്ടുണ്ട്. ഇതേ നല്ല രസം കാണാനായിട്ട്. എടാ ഇത് നോക്കിയത് എന്ത് വലുതാ നോക്കിയത്. ഇതില് നിറയെ ബട്ടർഫ്ലൈസും ഉണ്ട്. എന്ത് വലുതായത്. ഇത്രയും വലിപ്പം ആവണം, ഇതിനേക്കാളും വലുതാവും തോന്നണം, എങ്കിലാണ് ഇതിന്റെ ഒരു വിളവെടുപ്പ് ആകുള്ളൂ. ഇപ്പൊ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇനി നമുക്ക് എല്ലായിടത്തും കാണാൻ പോകുന്നത്. പക്ഷെ ഒക്കല് ഇത് ആദ്യമായിട്ടല്ല, റോഡ് സൈഡിന്റെ അവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്റെ വീടിന്റെ അടുത്ത് ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ നല്ല സൂപ്പർ പൂവാണ്ട് ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ എന്തായാലും ഒന്ന് വരണം. കുറച്ചുകൂടി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല വലിപ്പമൊക്കെ തോന്നട്ടോ. ഇത് തന്നെ ഇപ്പൊ നല്ല വലുതാണ്. പൂമുട്ടുകളൊക്കെ ഒരുപാട് വിരിയാനായിട്ട് നിൽക്കണ്ട്. കണ്ടോ, ഇതെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഈ മഞ്ഞയും ഓറഞ്ചും എല്ലാനും കൂടി വരുമ്പോൾ നല്ല ഒരു സൂപ്പർ ആണെന്ന് പറയാം. ഒരുപാട് ബട്ടർഫ്ലൈസും ഉണ്ട്. പിന്നെ ഈ പാടത്തിന്റെ ഒരു ഇതും കൂടി വരണുണ്ട് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട്. അപ്പൊ ഒരു സൈഡില് പാടത്തിന്റെ ഒരു ഇതും ഒരു സൈഡില് ചെണ്ടുമല്ലി കൃഷിയും കൂടി വരുമ്പോ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഇവിടെ. അപ്പൊ ഈ ഒക്കൽ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് അങ്ങനെ ആരെയും ഇറക്കിയൊന്നും വിടൂല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വന്നൂന്നേ ഉള്ളൂ. ഇത് നട്ടേക്കണ ആളറിഞ്ഞ മിക്കവാറും എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് കടത്തി വിടണില്ല. നമ്മൾ വീടിന്റെ അടുത്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഇത്തായാണ് റഷീദ. അപ്പൊ ഇത്തായാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യണ്ട്, നിങ്ങൾ വന്ന് വീഡിയോ എടുക്കാനൊക്കെ നല്ലതാണെന്ന് ഇത്തായാണ്ടാ പറഞ്ഞത്. ഞങ്ങളുടെ സ്വന്തം ഇത്തായാണിത്. അപ്പം നമുക്കിനിയിപ്പോ ഇതിന്റെ വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ നമുക്കിനി വന്ന് നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇപ്പൊ തന്നെ ഒരുപാട് മുട്ടുകൾ വിരിയാനുണ്ട്. അപ്പൊ എല്ലാ മുട്ടുകൾ വിരിഞ്ഞു കഴിയുമ്പോഴാണ് കൂടുതൽ ഭംഗി വന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു അല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.